എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹാരി സമീർ അലി, എൻ്റെ നാടായ മാളയിലാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് 16-ന് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചിട്ട്. അതായത് നമ്മുടെ നിലമ്പൂർ ഭാഗത്ത് പ്രളയം തകർത്തെറിഞ്ഞ വീടുകളിലേക്ക് വേണ്ട കുറച്ച് പാത്രങ്ങളും സംഭവങ്ങളൊക്കെ മേടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്. ലോകമെമ്പാടുമുള്ള എൻ്റെ പ്രേക്ഷകർ അത് നല്ല രീതിയിൽ തന്നെ അതിനോട് സഹകരിച്ചു. അപ്പോൾ അതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, കല്ലൂർ ബോയ്സ് വീടിന് തൊട്ടടുത്ത്, അതായത് 6 കിലോമീറ്റർ ദൂരത്തുള്ള കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സംഘടനയായിട്ടുള്ള കല്ലൂർ ബോയ്സ് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുമായിട്ട് സഹകരിച്ചിട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും അവരുടെ അക്കൗണ്ട് നമ്പറൊക്കെ നമ്മൾ അക്കൗണ്ടിൽ വീഡിയോയിൽ കാണിച്ചിരുന്നു. അത് പ്രകാരം ഓഗസ്റ്റ് 16-നായിരുന്നു ഞാനൊന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചിട്ടൊരു വീഡിയോ റിലീസ് ചെയ്തത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നല്ല രീതിയിലുള്ള സഹായങ്ങൾ എത്തി. അത് പ്രകാരം നമ്മൾ ഉദ്ദേശിച്ചതിലും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞു. ഇപ്പം നമ്മളിന്നിപ്പോൾ ഒരു ഞായറാഴ്ച നമ്മളുടെ വീട്, നമ്മളുടെ പറമ്പ്, നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഏതൊരുത്തനും അതിൽ കവിഞ്ഞിട്ട് മറ്റൊന്നുമില്ല. കാരണം അതെല്ലാം നമുക്ക് പ്രിയപ്പെട്ടതാണ്, നമ്മുടെ അധ്വാനം കൊണ്ട് നമ്മൾ സമ്പാദിച്ചതാണ്. ഇതെല്ലാം നഷ്ടപ്പെട്ടവരിലേക്ക് നമ്മൾ കൊടുക്കുന്ന ചെറു സഹായങ്ങൾ, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങളൊരു 100 രൂപ ആയിക്കോട്ടെ 1000 രൂപയായിട്ട് തരുന്നത് അതിൻ്റെ എത്രയോ ഇരട്ടി വലുതാണെന്ന് നമ്മൾക്ക് അവിടുത്തെ കാഴ്ചകളിലൂടെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്ക് അവിടുത്തെ ആ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. ജീവരക്ഷാർത്ഥം ക്യാമ്പിലേക്ക് പോയവർ തിരിച്ചു വന്നപ്പോൾ കാണുന്ന കാഴ്ചകൾ ഇതാണ്. തങ്ങളുടെ തകർന്നു കിടക്കുന്ന വീടുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ വീടും സ്ഥലവും ഉണ്ടായിരുന്നത് എല്ലാം ഒഴുകിപ്പോയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ കാണാനില്ല. ഈ ഇത്തരം അവസ്ഥകളിലൂടെയാണ് പ്രളയബാധിതർ കഴിഞ്ഞു പോയത്. അവിടേക്കാണ് കല്ലൂർ ബോയ്സ് സഹായവുമായിട്ട് എത്തിയിരിക്കുന്നത്. മിഷൻ 2 എന്ന പേരിലാണ് ഞങ്ങൾ രണ്ടാമത് അങ്ങോട്ട് ചെന്നത്. ആദ്യത്തെ സംരംഭത്തിൽ അത്യാവശ്യം വേണ്ട ഭക്ഷണ സാധനങ്ങളും എല്ലാമായിട്ട് ഏതാണ്ട് ഒരു 3.5 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങളുമായിട്ട് അങ്ങോട്ട് ചെല്ലുകയും ഭക്ഷണ സാധനങ്ങൾ പരമാവധി അവരിലേക്ക് എത്തിക്കുകയും മറ്റും ചെയ്തപ്പോൾ തുടർന്ന് ക്യാമ്പിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നവര് ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് എത്തുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പാത്രങ്ങളും കിടക്കുകളും മറ്റുമൊക്കെ സമാഹരിക്കണം, സ്റ്റൗവുകളും എല്ലാം സമാഹരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് മിഷൻ 2 രൂപീകരിച്ചതും. അതിന്റെ ഒരു വീഡിയോ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിലും FB-യിലും എല്ലാം തന്നെ പോസ്റ്റ് ചെയ്തിരുന്നു. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 16-നാണ് ഈ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പോസ്റ്റ് ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇട്ടത്. അതിനുശേഷം 16, 17, 18, 19 ദിവസങ്ങളിൽ തന്നെ നമുക്ക് 2,36,930 രൂപയാണ് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് നല്ല മനസ്സിനുടമകളായിട്ടുള്ള സഹോദരങ്ങളെ നമുക്ക് അയച്ചു തന്ന എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ പേരിലും നമ്മുടെ കല്ലൂർ ബോയ്സിന്റെ പേരിലും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ദൈവത്തിന്റെ മഹത്തായ അനുഗ്രഹങ്ങൾ എന്നും നിങ്ങളുടെ മേലിൽ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും തന്നെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന മാത്രമല്ല, നിങ്ങൾ തന്ന ഈ പൈസ കൊണ്ട് ഞങ്ങൾ മേടിച്ച ഈ സാധനങ്ങൾ അവരുടെ കൈകളിലേക്ക് ഞങ്ങൾ കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന അവരുടെ സന്തോഷങ്ങളും അവരുടെ മനസ്സിൽ തട്ടിയിട്ടുള്ള പ്രാർത്ഥനകളും മാത്രം മതി നമ്മുടെ ഇനിയുള്ള ജീവിതം ദൈവത്തിന്റെ അനുഗ്രഹീത കരങ്ങളാൽ സംരക്ഷിക്കപ്പെടുവാനായിട്ട്. നമുക്ക് വെള്ളം കയറിയൊക്കെ ബുദ്ധിമുട്ടായപ്പോഴത്തേക്കും നമുക്ക് സഹായിച്ച് നമുക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ ബോട്ടത്തിൽ ഞങ്ങൾ സർവ്വം ഞങ്ങൾ കൊണ്ട് ഉള്ളൊക്കെ പറ്റപ്പോയി. ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്ന ഞങ്ങളെല്ലാവരോടും നന്ദി രേഖപ്പെടുത്തും. എല്ലാം നഷ്ടപ്പെട്ടവരോട് എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും എന്നറിയാതെ ഞങ്ങൾ എല്ലാവരും വല്ലാതെ വിഷമിച്ചു. എന്നാലും ഞങ്ങളെ കൊണ്ടാവുന്ന സഹായങ്ങൾ അവരുടെ മുമ്പിൽ വെച്ച് നീട്ടുകയും വീണ്ടും സഹായിക്കാം, മാക്സിമം സഹായങ്ങളൊക്കെ ഓഫർ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണത്. പക്ഷെ ഓരോരോ ഭാഗങ്ങളിലേക്ക്, കാരണം പോകുന്ന വഴിയിൽ ഉടനീളം ഇത്തരം സഹായങ്ങൾ ആവശ്യമുള്ളവരാണത്. അതിനാൽ തന്നെ ഏറ്റവും കൂടുതൽ എവിടെയൊക്കെയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി അവിടെ തന്നെ പരമാവധി സാധനങ്ങൾ എത്തിക്കാനായിട്ട് ഞങ്ങളുടെ ടീം അംഗങ്ങളെല്ലാവരും പരമാവധി ശ്രമിച്ചിരുന്നു. നമസ്കാരം, ഞാൻ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജീന സക്കറിയ. ഞങ്ങളെ പ്രദേശത്ത് ഏറ്റവും ഒരു ദുരിതം വന്ന സമയത്ത് നല്ലൊരു ടീമായി വന്ന് കല്ലൂർ ബോയ്സ് ഒരുപാട് ഭക്ഷ്യധാന്യങ്ങൾ കൊണ്ട് ഞങ്ങളെ സഹായിച്ചു. അവർ വന്ന സമയത്ത് ഞങ്ങൾ കുറച്ച്
അത്യാവശ്യ സാധനങ്ങൾ വീടും പിന്നെ അത്യാവശ്യ സാധനങ്ങൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് അത്യാവശ്യ സാധനങ്ങൾ ലിസ്റ്റ് നൽകിയിരുന്നു. ഞങ്ങൾ റിക്വയർമെൻറ്റ് ചെയ്തതിന് അടിസ്ഥാനത്തിൽ അവർ ഞങ്ങൾക്ക് ആവശ്യമായ 60-ഓളം വീട് ഉപകരണങ്ങൾ സാധനങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. അതിൽ തന്നെ നമ്മുടെ പുത്തൂൽ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആൾനാശവും പിന്നെ ഒരുപാട് നാശം സംഭവിച്ച കവളപ്പാറ ഭാഗത്തുള്ളവരാണ്. അതിൽപ്പെട്ട ആളുകൾക്ക് കൂടി ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് സാധനം വിതരണം ചെയ്യുന്നുണ്ട്. ബാക്കിയില്ല അർഹതപ്പെട്ട എന്തൊക്കെയാണ് അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടത് എന്ന് കണ്ടെത്തി കണ്ട് അർഹതപ്പെട്ട കൈകളിൽ ഈ കല്ലൂർ ബോയ്സിനെയും കൊണ്ട് ഞങ്ങൾ അവരെയും കൂട്ടി അവരുടെ വീടുകളിൽ സാധനങ്ങൾ എത്തിക്കുകയാണ്. അപ്പം ഇതിന് സഹായിച്ച ഇതിൻ്റെ എല്ലാ കല്ലൂർ ബോയ്സിനും അവരാരാണോ അവരെ സഹായിച്ച എല്ലാവർക്കും എല്ലാവരും നന്മകളും നിറഞ്ഞ അവർക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അതിലുണ്ടാകുമെന്ന്. ഇതിപ്പോൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച സുബൈദ കുറ്റിക്കാട്ടൂർ എന്ന് പറഞ്ഞ ഒരാളുടെ വീടാണ്. ഇങ്ങനെ അർഹതപ്പെട്ട വീടുകൾ കേന്ദ്രീകരിച്ചാണ് നമ്മൾ നിങ്ങളൊക്കെ തന്നെ സാധനങ്ങൾ കൊടുക്കുന്നത്. ഏറ്റവും അർഹരായവരുടെ കൈകളിലേക്ക് തന്നെ സഹായങ്ങൾ എത്തിക്കാനായിട്ട് പരമാവധി ശ്രമിച്ചിരുന്നു. ഈ അവസ്ഥകളൊക്കെ കണ്ടില്ലേ, ഇവിടെ നമുക്കൊന്നും പറയാനില്ല. പക്ഷെ അവർക്ക് വേണ്ട സഹായങ്ങൾ, അവർക്ക് ആവശ്യം വേണ്ട പാത്രങ്ങളും പായ, കസേര, അതുപോലെയുള്ള കുക്ക് ചെയ്യാനുള്ള സ്റ്റവ് സൗകര്യങ്ങൾ എല്ലാം തന്നെ എത്തിക്കാനായിട്ട് പരമാവധി ഞങ്ങളെ കൊണ്ടാകും വിധം ശ്രമിച്ചിരുന്നു. ഒന്ന് താമസിക്കേണ്ട വീടാണെന്നില്ല, താമസിക്കാൻ വേറെ ഒരു ചിലവല്ല കാര്യമില്ല. ഈ വീടില്ലാതെ ഒന്നുമില്ലാണ്. ഇതിന് 5 ലക്ഷം ഉറുപ്പ്യൊക്കെ ലോൺ എടുത്തും കണ്ട് വീടാതി കൊടുത്ത് കയറ്റിവിട്ട വീടാണ്. അതിൻ്റെ കടത്തിലാണ്. ഒന്നും കൊടുക്കാനുമില്ല, താമസിക്കാനുമില്ല. ഇവരെ വീട്ടിൽ കിട്ടിയാലേ താമസിക്കാൻ പറ്റുള്ളൂ. ഇവരുടെ വീടിനടുത്ത് കൂടിയാണ് ചാലിയാർ പുഴ ഒഴുകുന്നത്. അതിനാൽ തന്നെ ഈ പ്രളയത്തില് ഇവരുടെ വീടും കൃഷിസ്ഥലവും എല്ലാം നശിച്ചു എന്നുള്ളതാണ്. അതിന്റെ വിഷമങ്ങളും ആ കാഴ്ചകളുമാണ് നമ്മൾ കാണുന്നത്. നമ്മളിത് വീഡിയോ എടുത്ത് മാക്സിമം ആളുകളിലേക്ക് പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ കല്ലൂർ ബോയ്സിന് എനിക്കോ പേരെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല. നിങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസവും ഏൽപ്പിച്ച തുകയും അർഹരായവരുടെ കൈകളിലേക്ക് എത്തിച്ചു എന്ന് നിങ്ങൾക്കും കൂടി ബോധ്യപ്പെടുത്താനാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കും കൂടിയും അറിയാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ തയ്യാറാക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ കൈമാറാൻ പോകുന്ന ശാരദ കരിങ്ങണഞ്ചിറ എന്ന് പറയുന്ന ആൾക്കാണ്. അവരൊരു വിധവയും കൂടിയാണ്. അവർ വാടക വീട്ടിലായിരുന്നു താമസം. അവരുടെ വീട്ടിലെ സർവ്വ സാധനങ്ങളും നശിച്ചുപോയി കണ്ട് അവരിപ്പം വേറൊരു വാടക പോട്ട് താമസം മാറിയിട്ടുണ്ട്. വേറെ മാറിയത് അടിസ്ഥാനത്തിൽ തന്നെ അവർ ആ ഭാഗത്ത് വന്ന ആളുകളൊന്നും അവരെ ശ്രദ്ധിക്കാതെ പോയി. അതുകൊണ്ടാണ് അവർക്ക് ഇവിടെ നിന്ന് നമ്മൾ സാധനങ്ങൾ കൈമാറുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് അർഹതപ്പെട്ട കൈകളിൽ തന്നെ ഞങ്ങൾ എത്തിക്കുകയാണ്. ഓരോ കൊച്ചു സഹായത്തിനും ആരാണ് അർഹരെന്ന് തിരിച്ചറിയുവാനായിട്ട് അവിടെ പ്രവർത്തിച്ച സന്നദ്ധ പ്രവർത്തകരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും വളരെയധികം ഞങ്ങളെ സഹായിച്ചു. ഓരോ ഏരിയകളിലേക്കൊക്കെ അവർ ഞങ്ങളെ കൊണ്ടുപോയി അർഹരായ ആളുകളെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അതിനാൽ തന്നെ പരമാവധി ഞങ്ങൾ എന്താണോ സമാഹരിച്ചത്, നിങ്ങൾ തന്ന തുക കൊണ്ട് ഞങ്ങൾ എന്താണോ സമാഹരിച്ചത്, അതെല്ലാം തന്നെ ഉള്ളിടത്തോളം പരമാവധി അർഹരായവരുടെ കൈകളിലേക്ക് എത്തിക്കാൻ തന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞു. പുത്തൂൽ ഗ്രാമപഞ്ചായത്ത് മൊത്തം ഒരു 3/4 ഭാഗത്തോളം പ്രളയത്തിൽ മുങ്ങിക്കിടക്കുന്ന ഈ അവസരമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മളെ ക്യാമ്പിൽ വെള്ളിമേട് മദ്രസയിൽ നിന്നും ക്യാമ്പ് പ്രവർത്തിച്ചത് 286ഓളം കുടുംബങ്ങളെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്തിരുന്നു. അതിൽ ലാസ്റ്റ് വന്നപ്പോൾ 36 കുടുംബങ്ങൾക്ക് എങ്ങോട്ടും പോകാനാവാത്തൊരവസ്ഥ ഉണ്ടായി. അത് വാടക വീട്ടിൽ നമ്മളെ ഈ യുവാക്കളെല്ലാവരും കൂടി വാടക വീട് സംഘടിപ്പിച്ച് കൊടുക്കുകയും അവർക്ക് വേണ്ട അവശ്യ സാധനങ്ങളുടെ ലിസ്റ്റ് നമ്മൾ കല്ലൂർ ബോയ്സിന് സെൻഡ് ചെയ്തു. ആ പ്രകാരം അവർ നമ്മൾ ആവശ്യപ്പെട്ട എല്ലാ മെറ്റീരിയൽസും എത്തിച്ചു. അതിൻ്റെ ഒരു കടപ്പാടും നന്ദിയും ഈ വെളുമ്പേമ്പാടത്തിന് വേണ്ടി അറിയിക്കുകയാണ്. കല്ലൂർ ബോയ്സ് വന്നിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ വെമ്പാട് ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡ് താളിപ്പുഴയിലെ ഒരു വീടാണ് ഈ കാണുന്നത്. ഈ വീടൊക്കെ മൂടി, ഈ വീട് മൂടിയതിൻ്റെ മുകളിൽ ഒരാൾ വെള്ളം ഉണ്ടായിരുന്നു. വീട് മുഴുവൻ നഷ്ടപ്പെട്ട്. കാരണം കൃത്യമായിട്ട് പറഞ്ഞിരുന്നു വാതിലുകൾ ജനലുകളൊക്കെ തുറന്നിടണമെന്ന് പറഞ്ഞു, വീടിന് നാശനഷ്ടം വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ വീട്ടിലുള്ള മുഴുവൻ സാധനങ്ങളും ചാലിയാർപ്പുഴയിൽ കൂടെ പോയി. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഏതാണ്ട് 160ഓളം കുടുംബങ്ങളുണ്ട്.
ആ കുടുംബങ്ങൾ പല വിഭാഗത്തുനിന്നും പിന്നെ ആലുവ, ചാലക്കുടി, അതേമാതിരി പെരുമ്പാവൂർ ആ ഭാഗത്തു നിന്നൊക്കെ ആളുകൾ സഹായം പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ പിന്നെ ഇവർ കൃത്യമായിട്ട് അത് പിന്നെ വീടുകൾ എത്തിക്കണം എന്നുള്ള നിർബന്ധം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വീടുകൾ എത്തിക്കുന്നത്. അത് പിന്നെ ഇല്ലാത്ത വീടുകൾ നോക്കി പരിശോധിച്ച് വളരെ കൃത്യമായിട്ടാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഞങ്ങളുടെ ഈ വിഷമത്തിൽ നിങ്ങൾ പിന്നെ അവിടുത്തെ ക്ലബിൻ്റെ ആളുകൾക്ക് നെഞ്ചോട് ചേർത്ത് പിടിച്ചൊരു 1000 നന്ദി രേഖപ്പെടുത്തുകയാണ്. വാഹനങ്ങൾ കടന്നു ചെല്ലാത്ത ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ പരമാവധി കടന്നു ചെല്ലാനും അവിടങ്ങളിലേക്ക് സാധനങ്ങളൊക്കെ എത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു. അവിടുത്തെ ഉള്ള സന്നദ്ധ പ്രവർത്തകർ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് സഹായിച്ചു. മറ്റൊരു സന്തോഷം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സന്തോഷം അതിനോടൊപ്പം വിഷമം തോന്നിയ കാര്യം എന്ന് വെച്ചാൽ, ഓരോ സാധനങ്ങൾ ഓരോരുത്തർക്ക് കിട്ടുമ്പോഴും ചിലർക്ക് മുൻപ് മറ്റേതെങ്കിലും സംഘടന ത്രൂ മറ്റാരെങ്കിലും വഴി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കിത് വേണ്ട, മറ്റുള്ളവർക്ക് കൊടുക്കൂ എന്ന് പറയാൻ കാണിക്കുന്ന അവിടുത്തെ ജനങ്ങളുടെ ആ ഒരു മനസ്സും ഞങ്ങളിൽ വല്ലാത്ത സന്തോഷവും ഒപ്പം തന്നെ വിഷമങ്ങളും ഉണ്ടാക്കി. കാരണം ഇതുപോലെ തകർന്നടിഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയിലും ഞങ്ങൾക്ക് വേണ്ട, അവർക്ക് കൊടുക്കൂ, ഇത് ഞങ്ങൾക്ക് ഉണ്ട്, അല്ലെങ്കിൽ അത് അവർക്ക് വേണം എന്നൊക്കെ തിരിച്ചും, അതായത് ഓരോരുത്തർക്കും സ്വയം സഹായം സ്വീകരിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും കൂടി സഹായിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സും ഞങ്ങളിൽ വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കി. ഞാൻ അഹമ്മദ് കുട്ടി മാഷ്, മമ്പാട് MES കോളേജിലെ ഇഗ്നോയുടെ കോർഡിനേറ്ററാണ്. വണ്ടൂർ SM ഹോസ്പിറ്റലിലെ സൈക്കോതെറാപ്പിസ്റ്റാണ്. കഴിഞ്ഞ 8-ാം തീയതി തൊട്ട് 21-ാം തീയതി വരെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക. ഈ ഏരിയ മുഴുവൻ വെള്ളത്തിലും അതേമാതിരി തന്നെ പ്രളയ ദുരന്തത്തിലും അകപ്പെട്ടപ്പോൾ കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ദൈവം മനുഷ്യ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഇപ്പം ചാലക്കുടി അന്നമനാട കല്ലൂർ വോയിസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ ആളുകളും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം മനുഷ്യരൂപത്തിൽ എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും അധികം നന്ദിയും കടപ്പാടും ഞങ്ങൾക്കുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഞങ്ങളെ ഈ വള്ളിക്കെട്ട്, തൃക്കൈക്കുത്ത്, മച്ചിങ്ങാപ്പൊയിൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇതേപോലെ തകർന്ന 32ഓളം വീടുകളാണുള്ളത്. പുറമേ നമ്മൾ കേൾക്കുമ്പോൾ കവളപ്പാറയിൽ ഉരുൾപൊട്ടി, അവിടെ ദുരന്ത ഭൂമി തന്നെയാണ്, നമുക്കൊക്കെ അറിയാം. പക്ഷേ അതേപോലെ തന്നെ ആളുകൾ മരിച്ചിട്ടില്ല എന്നുള്ളൂ. അതിനേക്കാൾ ഭീകരമായൊരവസ്ഥയാണ് താഴോട്ട് ഏകദേശം കോഴിക്കോട് വരെയുള്ള പ്രദേശങ്ങളിൽ. അപ്പോൾ ഈ പ്രദേശത്തെ ആളുകളോട് നിങ്ങൾ കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും വളരെയധികം ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത് മമ്പാട് പഞ്ചായത്തിലെ വള്ളിക്കെട്ട് പ്രദേശമാണ്. ഈ പ്രദേശം മുഴുവൻ വെള്ളത്തിൽ ആണ്ടുപോയിരിക്കുന്നൊരവസ്ഥയായിരുന്നു. പല ആൾക്കാരെ ബോട്ട് വന്നിട്ടൊക്കെയാണ് രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നമ്മളെ ജമീല എന്ന് പറയുന്ന ആളുടെ വീടാണ്. വീടാകെ തകർന്നു പോയിരിക്കുന്നു. മകൻ നാസർ മാത്രം തന്നെ ഉള്ളൂ. ഒരു കുടുംബത്തിൻ്റെ ബാധ്യത മുഴുവൻ അവൻ്റെ ചുമലിലാണ്. ഒപ്പം തന്നെ 18 വയസ്സ് കഴിഞ്ഞ കല്യാണപ്രായത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയും ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായി കിടക്കുന്നതൊരു വീടാണ്. അതേപോലെ തന്നെ മകളെ വിവാഹവും. അപ്പോൾ ഇതേപോലെ സുമനസ്സായിട്ടുള്ള ഒരുപാട് ആളുകളെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് വെക്കാറുള്ളത്. ഞങ്ങൾക്കിപ്പോൾ ഒരു അത്യാവശ്യമുള്ളത് ഞങ്ങളൊരു വീടാണ്. അതിപ്പോൾ ഈ വെള്ളപ്പൊക്കത്തിൽ പൊളിഞ്ഞ് ചൂടുന്നതുകൊണ്ട് ഞങ്ങൾ ഇത്രയും കാലം പൊളിക്കണം എന്ന് പറഞ്ഞു നിന്നെങ്കിൽ ഞങ്ങൾക്ക് അതിനൊരു കഴിവില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ നിന്നത്. അപ്പോൾ വെള്ളത്തിൽ പൊളിഞ്ഞു പോയപ്പം ഞങ്ങൾക്ക് അതിൻ്റേതായ വിഷമം ഞങ്ങൾക്കുണ്ട്. ഒരു വീടില്ലാത്ത വിഷമമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. പിന്നെ അതിൻ്റെ പുറമെ മോളെ കെട്ടിക്കാനായിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ ഞങ്ങൾക്ക് അത് കൊണ്ടു നടക്കാനുള്ള സാമ്പത്തികം ഞങ്ങൾക്കില്ല. മുന്നോട്ടുള്ള ജീവിതം ഇനിയും എങ്ങനെ ജീവിച്ചു തീർക്കും എന്ന് ആശങ്കയോടെ നിൽക്കുന്നവരോട് നമുക്ക് പറയാനായിട്ട് പ്രത്യേകിച്ച് വാക്കുകളില്ല. എല്ലാം ശരിയാകും, ഇനിയും സഹായങ്ങൾ വരും, എല്ലാം ശരിയാകും അധികം വൈകാതെ എന്നെല്ലാം പറയാൻ ഞങ്ങൾക്ക് കഴിയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ നിങ്ങൾ തന്ന ഓരോ നാണയത്തുട്ടുകളും, നാണയത്തുട്ടെന്ന് നമ്മളൊരു പ്രയോഗം പറഞ്ഞാൽ, നിങ്ങൾ തന്ന ഓരോ രൂപയും ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നായിരുന്നാലും നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് നിങ്ങൾ തന്ന ഈ ഓരോ രൂപയും നിങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 1000 ഇരട്ടി 10000 ഇരട്ടി ദൈവം നിങ്ങളെ അതിന് പ്രതിഫലം നിങ്ങൾക്ക് തന്നിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം നമ്മൾ കണ്ടതാണത്. വ്യത്യസ്ത മേഖലയിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് കല്ലൂർ ബോയ്സിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തീരുന്നില്ല. ഞങ്ങൾ ഒരു ടീം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ എല്ലാവരും പല രീതിയിലും സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും അവർക്ക് പുനരുദ്ധാരണം ആവശ്യമാണ്, വീടുകൾ ആവശ്യമാണ്. ആദ്യം തന്നെ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഭക്ഷണങ്ങളായിരുന്നു, അതായത് കിടക്കാൻ സൗകര്യങ്ങളായിരുന്നു, വസ്ത്രങ്ങളായിരുന്നു.
അതിനുശേഷം നമ്മൾ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളെല്ലാം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ടത് വീടും സ്ഥലമൊക്കെ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടത് അവർക്ക് താമസിക്കാനൊരു വീട്, തലചായ്ച്ച് ഉറങ്ങാനൊരു വീട്, ആ നിലക്കുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുമായിട്ട് ഒരുപാട് സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാമായിട്ട് നിങ്ങളുടെ അടുത്തുള്ള സംഘടനകൾ ഏതുമാവട്ടെ അവരുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നവരുമായിട്ട് നിങ്ങൾ സഹകരിക്കുക. എത്രമാത്രം സഹായിച്ചാലും മതിയാവാത്ത കാഴ്ചകളാണ്. കഴിഞ്ഞ ദിവസം കൂടിയും ഞാൻ ആ സ്ഥലങ്ങൾ സന്ദർശിച്ച് വന്നതാണ്. അപ്പോൾ ഈ വീഡിയോയുമായിട്ട് സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നല്ല അടിപൊളി വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. പുതിയ പുതിയ രാജ്യങ്ങളൊക്കെ വരാൻ കിടക്കുന്നേ ഉള്ളൂ. നല്ല നല്ല വീഡിയോകൾ, വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണ വീഡിയോസ് എല്ലാം തന്നെ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ബൈ എന്ന് പറയുമ്പോൾ ഇന്ന് ഞായറാഴ്ചയല്ലേ. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ വീട്ടുകാരോടൊപ്പമൊക്കെയാണത്. വീടും പറമ്പൊക്കെ ആയിട്ടുള്ളത്. നമ്മുടെ സന്തോഷങ്ങൾക്ക് ഇതൊക്കെ തന്നെയാണത്. ഒരുപാട് രാജ്യങ്ങളിലുള്ള യാത്രകളായിക്കോട്ടെ, എന്തൊക്കെ തിരക്കുകളായിക്കോട്ടെ, നമ്മുടെ വീടും വീട്ടുകാർക്കൊക്കെ ഇത്തിരി സമയങ്ങൾ കൊടുക്കുക, അവരോട് ചേർന്ന് നിൽക്കുക, നമ്മുടെ ചുറ്റുമുള്ള പരിസ്ഥിതികളുമായിട്ട് ഒന്ന് ഇണങ്ങി പ്രവർത്തിക്കുക. കാരണം അത് നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വില അറിയുള്ളൂ. അവിടെ കണ്ട കാഴ്ചകളെന്ന് പറഞ്ഞാൽ പലരും ഏക്കർ കണക്കിനൊക്കെ ഭൂമി നഷ്ടപ്പെട്ടിട്ട് ഇനി എന്തെന്ന് ആലോചിച്ച് നിൽക്കുന്ന ആൾക്കാരെ കണ്ടപ്പോൾ നമുക്കുള്ള ചെറിയ വീടായിരുന്നാലും ചെറിയ സ്ഥലങ്ങളായിരുന്നാലും അതിനോടൊക്കെ ഉള്ള പ്രിയം കൂടി വരികയാണ്. കൂടുതൽ പറയുന്നില്ല, മറ്റൊരു വീഡിയോയിൽ കാണാം.